ഇന്ത്യയിലെ രാഹുൽ ഗാന്ധിയും കേരളത്തിലെ രാഹുൽ മാങ്കൂട്ടത്തും. പറയുമ്പോ അതെങ്ങനെയാ പറയുന്നത്? എനിക്ക് പെട്ടെന്ന് ഒരു ഇമേജാ മനസ്സിൽ വന്നത്, കോഴിയുടെ പടമോ പെട്ടെന്ന് എനിക്ക്. കാവ്യ CPM നിന്ന് CPN മടുത്ത് BJP-യിലോട്ട് വന്നതാണ്. ഒരവസരം കൊടുത്തതാണ്. ജയിക്കോ? നമ്മളെ കൊച്ചു കൊണ്ടുപോകുമോ? തീർച്ചയായിട്ടും ജയിക്കും. കാവ്യ രചിക്കും. കാവ്യ കേട്ടോ, കാവ്യ രചിക്കും. ഒരൊറ്റ ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രിയായി മാറാൻ കാവ്യക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ആയി തന്നെ വിചാരിക്കുക. എന്തായിരിക്കും ആദ്യം ചെയ്യുന്നത്? പിണറായിയെ കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞു. രാഹുൽ ഗാന്ധി കൂടെ അത് സമയം കിട്ടുന്ന സമയങ്ങളിലെല്ലാം വിദേശത്ത് പോകും. രാഹുൽ മാങ്കൂട്ടം ഇവിടെ തന്നെ ഉണ്ട്. LDF വരും, ശശിയാക്കും എല്ലാവരും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ ശശിയാണോ രാമനാണോ ആരായത്? പ്രതിപക്ഷം വളരെ മോശമാണ്. ഗാന്ധി എന്ന് പറയാൻ പാടില്ല, നമ്മളെ രാജ്യസ്നേഹമുള്ള രാജീവ് ഗാന്ധി എന്നാണ് പറയേണ്ടി വരുന്നത്. അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാല് നമ്മളെ ഇതിനൊക്കെ എത്രയോ മിടുക്കനാണ്. നമ്മളെ ആരാ പറയണ മിസ്റ്റർ ബീനോ, അങ്ങനെ ഒത്തിരി ബുദ്ധിയുള്ള ആളാണ്. എന്നെ പ്രശ്നത്തിലാക്കും? ഇല്ല നമ്മുടെ പ്രശ്നത്തിലാക്കത്തില്ല. ഓക്കെ, പ്രശ്നത്തിലാക്കിയാലും പ്രശ്നമൊന്നുമില്ല. മിസ്റ്റർ ബീനെ കാണാറുണ്ട്. പിന്നെ നമ്മുടെ മനുഷ്യനും എപ്പോഴെങ്കിലും ഒരു സന്തോഷം വേണ്ട, അപ്പൊ കാണാം. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കാണാം. രണ്ടുപേരും ഒരുപോലെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിനി കാവ്യക്കൊപ്പം ഈ ഇടതും വലതും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഇവരുടെ ഒരു ശക്തി, അല്ലെങ്കിൽ ഇവരുടെ ഒരു കൂട്ടായ്മ, അവരുടെ ഒരു ഐക്യം ഞാൻ ഈ വരുന്ന മണിക്കൂറുകളിലൊക്കെ കണ്ടതാണ്. അപ്പൊ അവരോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ശരിക്കും കാവ്യ എന്ന സ്ഥാനാർത്ഥിയുടെ ശക്തി നിങ്ങളൊക്കെയാണ് ചേട്ടന്മാരെ, ചേച്ചി. അപ്പോ എന്താണ് കാവ്യ എന്ന രാഷ്ട്രീയ നേതാവിൽ ചേച്ചി കാണുന്ന ഒരു ഗുണം? അതായത് ഇവിടെ ഭരിച്ചവരെ കാട്ടി അതിനേക്കാൾ നല്ല ഒരു കൊച്ചായിട്ട്, നമ്മുടെ പാർട്ടിയെ സ്നേഹിക്കുന്നതായിട്ടും ഞങ്ങളോടൊപ്പം നിന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാക്സിമം നമുക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ പറയും. ചേട്ടാ, കാവ്യ ഒരു ഡിവൈഎഫ്ഐക്കാരിയായിരുന്നു. BJP നമുക്ക് ഒരു CPM പോലുള്ള ഒരു വലിയ ശക്തിയുള്ള പാർട്ടിയാണ്. അവർ നല്ല സാമൂഹ്യ മേഖലയിലൊക്കെ നല്ലൊരു പ്രവർത്തിച്ച പാർട്ടിയാണ്. പണ്ട്, ഇപ്പോഴല്ല, പണ്ട് തൊഴിലാളികളുടെയൊക്കെ നേതാക്കന്മാരായിരുന്നു. അവരുടെ ഇടയിൽ നിന്ന് വന്നൊരു കുട്ടിയാണ്. അയാൾക്ക് അതിനുള്ള ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓരോ കുടുംബത്തിലും ചെന്ന് കയറുമ്പോൾ അവര് കാവ്യയ്ക്ക് കൊടുക്കുന്ന സ്വീകാര്യത അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബേസിക്കലി അവർ അതൊക്കെ മനസ്സിലാക്കിയ ആൾക്കാരാണ്. പക്ഷെ നമ്മളിലേക്ക് വന്നപ്പോൾ ശരിക്കും സംഘത്തിന്റെ ഒരു ഭാഗമായി മാറി കാവ്യ. അത് വലിയ നമുക്ക് സന്തോഷമാണ്. കാരണം ഇതുപോലൊരു കൊച്ചുകുട്ടി, നമുക്ക് ഒരു കൊച്ചനിയത്തിയാണ്. ആ കൊച്ചനിക്ക് നമുക്ക് വളരെ ഗുണമായിട്ട് ചെയ്തു. ചേട്ടാ, കാവ്യ നല്ല ഒന്നാം തരം വക്കീലാണ്. അപ്പൊ ഒരു വാർഡ് മെമ്പറായി എത്തുമ്പോൾ, ഒരു കൗൺസിലറായി എത്തുമ്പോൾ എന്തായിരിക്കും പ്രതീക്ഷ? കാവ്യയുടെ അച്ഛൻ ഇവിടെ ജനിച്ചു വളർന്ന കുന്നുഴി വാർഡിൽ. അതുപോലെ തന്നെ കാവ്യ ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടുത്തുള്ള ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഡ്രീംസ് കാവ്യയുടെ മനസ്സിലുണ്ട്. നമ്മളോട് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കും അത് ഇഷ്ടപ്പെട്ടതിൻ്റെ കാരണമാണ് കാവ്യ നമുക്കൊരു വിശ്വാസ്യത വന്നതുകൊണ്ടാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ യോഗ്യത ഉള്ളത് കൊണ്ട് സ്ഥാനാർത്ഥിയുടെ കൂടെ നമ്മൾ രാപ്പകലില്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ജയസാധ്യത ഉറപ്പാണ്. അതെ ചേട്ടാ, ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് BJP പ്രവർത്തകരുണ്ട്. എന്തുകൊണ്ട് കാവ്യ? ഇന്ന് അതിനുള്ള വിദ്യാഭ്യാസം കൊണ്ട് കാവ്യ CPM നിന്ന് CPN മടുത്ത് BJP-യിലോട്ട് വന്നതാണ്. ഒരവസരം കൊടുത്തതാണ്. CPM മടുത്ത്, അതായത് CPM-ല് ചെറുപ്പകാലം മുതൽ പ്രവർത്തിച്ച കുട്ടി, ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാൾ മുതൽ ബാലസംഘത്തിലൂടെ കടന്നു വന്ന കുട്ടിയാണ് കാവ്യ. കുട്ടി എന്ന് പറയാം, എന്റെ മക്ക് ഇതേ വയസ്സുണ്ട്, കാവ്യയുടെ വയസ്സുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. മനസ്സിലായി? കാവ്യ കുന്നുകുഴി വാർഡിൽ ജയിച്ചിരിക്കും. ഞങ്ങൾ ജയിപ്പിക്കും. തീർച്ചയായും ജയിക്കോ? നമ്മളെ കൊച്ചു കൊണ്ടുപോകുമോ? തീർച്ചയായിട്ടും ജയിക്കും. ചേട്ടാ, കാവ്യ കൊണ്ടുപോകും. കാവ്യ ജയിക്കുള്ളു, അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ്. കാവ്യ രചിക്കും. കാവ്യ കേട്ടോ, കാവ്യ രചിക്കും. കുന്നുകുഴിയിൽ കാവ്യം രചിക്കുന്നാണ് പറയുന്നത്. എന്നാലും കാവ്യ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതായത് ഈ CPM ഇപ്പോ താങ്കൾ അതിൽ നിന്ന് രാജിവെച്ചിട്ട് ഇപ്പോൾ BJP-യിൽ ചേർന്നു. അപ്പോൾ ഒരുപാട് വെല്ലുവിളികളും ഭീഷണികളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കാവ്യയുടെ വീടിന് മുന്നിൽ ഒരു നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നു. എന്താണ്, അന്ന് വിശദീകരിക്കാമോ? ഭീഷണിയായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല. അവര് എന്നെ തളർത്താനാണ് നോക്കുന്നത്. ഞാനൊരിക്കലും തളരുന്നുമില്ല. അതുകൊണ്ട് അവർക്ക് എന്നെ തകർക്കാനും കഴിയില്ല. തളരില്ല, പൊരുതും, അത്ര തന്നെ. പല രീതിയിൽ അവർ വരുന്നുണ്ട്. അത് ഞാൻ ഇന്ന പാർട്ടി എന്ന് മെൻഷൻ ചെയ്യുന്നില്ല. കാണിച്ചു കൊടുക്കണം പിള്ളേച്ചാ. തീർച്ചയായും. ചേട്ടാ, ഈ കാവ്യയുടെ പോസ്റ്ററൊക്കെ വലിച്ചു കിട്ടുന്ന ഒരു കാഴ്ച കാണുന്നു. ആരാണ് ഇതിന് പിന്നിൽ? ഇത്ര ഭയമാണോ കാവ്യയെ? കാവ്യയെ ഭയന്നിട്ടുണ്ടായിരിക്കും, പാർട്ടിയെ ഭയന്നിട്ടുണ്ടായിരിക്കും. ഞങ്ങളുടെ മുന്നേറ്റം
കണ്ടിട്ട് ഭയന്നിട്ടായിരുന്നു. ഞങ്ങളിവിടെ വിജയക്കൊടി പാറിക്കും. തീർച്ചയായും അങ്ങനെ തന്നെ സാധിക്കട്ടെ. എന്നാലും ചേട്ടാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഒത്തൊരുമയാണ് കേട്ടോ. എന്തൊരു ഐക്യമാണ് കണ്ണു വെച്ച്. നമ്മൾ കാവ്യം നമ്മൾ ജയിപ്പിച്ചെടുക്കണം, അതാണ് നമുക്ക് ഏറ്റവും വലിയത്. കാവ്യയിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് നിങ്ങൾ എല്ലാവർക്കും. നിങ്ങൾ കാവ്യ ഞങ്ങൾക്ക് കിട്ടിയ അസറ്റാണ്. വാവ്, ഇനി എന്താ കാവ്യ വേണ്ടത്? ഇത് എന്റെ അച്ഛന്റെ സുഹൃത്തുക്കളാണ്, അതിലുപരി അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള രീതിയിലല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ കുറച്ചു നേരം കാവ്യമായി ചെലവഴിച്ചിരുന്നു. എനിക്ക് വളരെ ഒരു പ്രതീക്ഷകളുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് എനിക്ക് കാവ്യയെ ഞാൻ കാണുന്നത്. കാവ്യയോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചു. എനിക്ക് വളരെയധികം ഞാൻ ഇൻസ്പയർഡ് ആയി എന്ന് തന്നെ പറയാം. ഒരു 29 വയസ്സുകാരി മിടുക്കിക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി അതെല്ലാം നടപ്പിലാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഇനി നമുക്ക് ഒരു ചെറിയ റാപ്പിഡ് ഫയറിലേക്ക് പോവാം. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, സോറി. ഇനി ഞാൻ റാപ്പിഡ് ഫയറിലേക്ക് പോവുകയാണ്. ഞാൻ നിങ്ങളെയൊക്കെ വെള്ളം കുടിപ്പിക്കും കേട്ടോ. എല്ലാവരുടെ ചോദ്യം വരുവേ. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, ഒറ്റ വാക്കിലാണ് എനിക്ക് ഉത്തരം വേണ്ടത്. കാവ്യ എന്ന രാഷ്ട്രീയ നേതാവ് അടിപൊളിയാണോ? അടിപൊളി. അടിപൊളി. ഓക്കെ, ഒരൊറ്റ ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രിയായി മാറാൻ കാവ്യക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ആയി തന്നെ വിചാരിക്കുക. എന്തായിരിക്കും ആദ്യം ചെയ്യുന്നത്? ഈ അഴിമതിയുടെ തുടക്കം എവിടെ നിന്നാണ് അതൊന്ന് അവസാനിപ്പിക്കുക. അടിപൊളി ആൻസർ കേട്ടോ. ചേട്ടനെ നമുക്കൊന്ന് മുഖ്യമന്ത്രിയാക്കിയാലോ? അധികാര മോഹകയല്ലെന്ന് എനിക്കറിയാം, എന്നാലും ഉത്തരം പറയണം പ്ലീസ്. മുഖ്യമന്ത്രി ആക്കിയാല് ഈ നാടിന് ഇന്നുള്ള അവസ്ഥയിൽ നിന്ന്, ഈ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം എന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ശരി, കുന്നുകുഴി വാർഡിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? മനോഹരമായ ന്യൂയോർക്ക് തന്നെയാണ്. ന്യൂയോർക്ക് അല്ലേ? അവിടെ ഇഷ്ടപ്പെട്ട സ്ഥലം പറഞ്ഞേ പറ്റുള്ളൂ. ഇഷ്ടപ്പെട്ട സ്ഥലം ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പാർക്ക് തന്നെയാണ്. ഈ പാർക്കോ? അത്ര വശ്യ മനോഹരമാണോ ഈ പാർക്ക്? എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല, കാട് പിടിച്ചതായിട്ട്. ചേട്ടോ, പിണറായിയെ കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞു. പിണറായിയുടെ മുഖ്യമന്ത്രിയാണ്, പക്ഷെ അതിൽ നമ്മൾ ഒരു മുഖ്യമന്ത്രിക്ക് യോജിച്ച ഒരു രീതിയല്ല അദ്ദേഹം ചെയ്തു വരുന്നത്. കാരണം നമുക്ക് ആൾക്കാരുടെ ഈ പറഞ്ഞ അഴിമതികളും എന്താ പറയുക അരാജകത്വവും അരങ്ങ് തകർക്കുന്ന ഒരു സ്ഥലമായി മാറി കേരളം. ചേട്ടൻ എന്തോ പറയണമെന്ന് തോന്നുന്നു. ഇല്ലല്ല, 2 വാക്ക് പറഞ്ഞേ പറ്റൂ. പിണറായിയെ പറ്റി 2 വാക്ക് പറഞ്ഞു. പിണറായിയെ പറ്റി പ്രത്യേകിച്ച് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. പക്ഷേ എങ്കിൽ ഈ അഴിമതി ഭരണം മാത്രമേ ഈ 10 വർഷം കൊണ്ട് ഇവിടെ നടപ്പിലാക്കൂ. ചേച്ചിക്കൊന്ന് വിശേഷിപ്പിക്കണം. പുള്ളിക്കാരൻ ചെയ്ത ചെയ്തികൾ ഒന്നൊന്നായിട്ട് വിശദീകരിക്കുന്നെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ സമയത്തൊന്ന് പോകും. ഓക്കെ, ഇനി അടുത്ത കാവ്യെടുത്താണേ. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ രാഹുൽ ഗാന്ധിയും കേരളത്തിലെ രാഹുൽ മാങ്കൂട്ടത്തും. പറയുമ്പോ അതെങ്ങനെയാ പറയുന്നത്? എനിക്ക് പെട്ടെന്ന് ഒരു ഇമേജാ മനസ്സിൽ വന്നത്, കോഴിയുടെ പടം. പെട്ടെന്ന് എനിക്ക് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചിത്രം വരുന്നുണ്ടോ? ആ ഓറഞ്ച് ഷർട്ടിട്ട് ചേട്ടൻ കൊണ്ട് വന്നേ, ഒളിച്ചു നിൽക്കുക. പറയാനിട്ട് ഒന്ന് വിശേഷിപ്പിക്കുന്നേ. രാഹുൽ ഗാന്ധിയെ പറ്റി ഒന്നും പറയാനില്ലേ? രാഹുൽ ഗാന്ധി കൂടെ അത് സമയം കിട്ടുന്ന സമയങ്ങളിലെല്ലാം വിദേശത്ത് പോകും. രാഹുൽ മാങ്കൂട്ടം ഇവിടെ തന്നെ ഉണ്ട്. ഇനി അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചോദ്യമായിരിക്കും. ഇത് ഞാൻ എല്ലാവരിലേക്കും വരും. മോദിജി ഓർ അമിത് ഷാ? മോദിജി. ഒറ്റ വാക്കില് മോദിയാണോ? മോദി 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 മോദി. മോദിജി. ഓക്കെ, ഇനി അടുത്ത ടഫാണ്. രാജീവ് ചന്ദ്രശേഖർ, കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ. എന്തൊരു ഒത്തൊരുമ! ഉത്തരത്തിൽ പോലും ഭയങ്കര ഒത്തൊരുമ. ഒരു ഡിഫറെന്റ് ആൻസർ എനിക്ക് കിട്ടുന്നില്ല ഗൈസ്. ഉമ്മൻചാണ്ടി ഓർ VS? അതിൽ നമുക്ക് രണ്ടും ഭരിച്ചവരാണ്. ശരി, ഇന്നും നമ്മളെ ചേട്ടൻ അത് ഒരു വ്യക്തമായ ഉത്തരം. രണ്ടുപേരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. VS ആണ് എന്ന വ്യക്തി. തീർച്ചയായും. ഉമ്മൻചാണ്ടിയോ VS-ഓ? ചേട്ടാ പറ. ഓക്കെ, ഒരു പ്രാദേശിക നേതാവിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ഒരു പ്രാദേശിക നേതാവിന് ഏറ്റവും വേണ്ട ഒരു ഗുണം. ഇവിടെ ജനങ്ങളിലുള്ള ഒരു സ്നേഹം അവര് പിടിച്ചു പറ്റണം. സ്നേഹം വേണം. സ്നേഹം വേണം. ആരോട്? അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവരോടൊപ്പം ഞങ്ങളോടൊപ്പം നിൽക്കണം. ജനങ്ങളോടെ നിൽക്കണം. മുക്കാൽ ഭാഗവും പറയുന്നത് ചെയ്യണം. പിന്നെ ഞങ്ങള് സ്നേഹിക്കുന്ന ഞങ്ങളുടെ പാർട്ടിയെ സ്നേഹിക്കണം. കാവ്യ ജയിച്ചു കഴിഞ്ഞിട്ട് ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അതായത് ആരും ആവാം.
ഒരു ഇലക്ഷൻ പ്രഖ്യാപനം വരുമ്പോൾ നമ്മളെല്ലാം ടിവിയുടെ മുന്നിലായിരിക്കും. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവരെല്ലാവരുടെയും കൂടെ, എന്റെ അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, പിന്നെ ഇവരെല്ലാവരെയും കൂടെ ഒന്നിച്ചിരുന്ന് കാണണം എന്നാണ്. അതെന്തായാലും ഇവരെല്ലാരും എനിക്ക് കാണണം. ഇനി ഒരു സൂപ്പർ പവർ കിട്ടിയെന്ന് വിചാരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം മാറ്റിമറിക്കാൻ പറ്റും. അതെന്തായിരിക്കും ചേട്ടാ? ഒരു സൂപ്പർ പവർ കിട്ടി, ചേട്ടൻ ഒരു സൂപ്പർമാൻ ആണ്. അപ്പൊ ചേട്ടൻ ഒറ്റ ദിവസം കൊണ്ട് കുന്നുകുഴി വാർഡിനെ തല തിരിച്ചു മറിക്കാനുള്ള ഒരു പവർ ഉണ്ട്. അപ്പൊ ചേട്ടൻ എന്തായിരിക്കും ആദ്യം ചെയ്യാൻ പോവാ? വികസനം. വികസനം. എന്താ എല്ലാരും ഒരേ ഉത്തരം? പറ കാവ്യ. എല്ലാവർക്കും വീട്. വീട്. എല്ലാവർക്കും ഗ്രേറ്റ് ആൻസർ. വീട്. കൃത്യമായിട്ടുള്ള വരുമാനം വേണം, എങ്കിൽ ഇതൊക്കെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. ഇനി LDF വരും, എല്ലാം ശരിയാകും. ശരിയാക്കി. അതിദാരിദ്ര്യം ഇല്ലാതെ തന്നെ അതിദാരിദ്ര്യം ഞാൻ ട്രോൾ ചെയ്തായിരിക്കും. അല്ല, ദാരിദ്ര്യം തീർത്തു എന്ന് കള്ളം പറഞ്ഞ ശരി നമ്മുടെ നാട്ടില് എല്ലാം ശരിയായോ? ചേട്ടനെല്ലാം ശരിയായോ? LDF വന്നു, ഒന്നും ശരിയായിട്ടില്ല. ശശിയാക്കി എന്ന് വേണം പറയാൻ. LDF വരും, ശശിയാക്കും എല്ലാവരും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ. ചേട്ടൻ ശശിയായി. നമ്മളെല്ലാരും നിങ്ങളെ പ്രത്യേകം ഒന്ന് ചേട്ടാ ശശിയാണോ രാമനാണോ ആരായത്? രാമലക്ഷ്മന്മാര്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു ഉത്തരം, ശശിയായി. ഓക്കെ. ഇനി കേരളത്തിലെ പ്രതിപക്ഷം പറയൂ. പ്രതിപക്ഷം വളരെ മോശമാണ്. ചത്തിട്ട് റീത്ത് വെക്കും പോലെ ആയിപ്പോ. അതെ, അതുപോലെ ആയിപ്പോ പ്രതിപക്ഷം എന്ന് പറയുന്നത്. ഡാർക്ക് പ്രതിപക്ഷം എന്ന് പറഞ്ഞ ഒരു അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടെന്ന് തന്നെ നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ അവരൊരു പ്രതികരണവും ഇല്ലാത്ത ഒരു ദേവിയായി മാറി. ഫൈറ്റിലാണ്. ഞങ്ങളാണ് പ്രതിപക്ഷം, നിങ്ങളാണോ പ്രതിപക്ഷം? കസേരയ്ക്ക് വേണ്ടി നടക്കുവാണ്. അതെ അതെ. ചേട്ടോ പ്രതിപക്ഷത്തെ കേരളത്തിലെ പ്രതിപക്ഷം അമ്പേ പരാജയം. എതിരഭിപ്രായം ഉണ്ടോ? ഇല്ല, അത് ചോദിക്കുന്നതിനെ പ്രസക്തി ഇല്ല. എന്തായാലും വേറെ ആർക്കും ഇല്ലാത്ത പ്രത്യേകത നിങ്ങൾക്കുണ്ട് കേട്ടോ. ഈ BJPക്കാർക്ക് ഒടുക്കത്തയക്കോ. ഇനി ഞാൻ കണ്ണു വെച്ചെന്നൊന്നും പറയരുത്. കാവ്യക്ക് പെട്ടെന്നൊരു സഹായം വേണം. അപ്പോ ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് ആദ്യം വിളിക്കുന്ന നേതാവ് അതാരായിരിക്കും? നേതാവ്. യെസ്, നേതാവിന്റെ അടുത്ത് ഒരു സഹായം വേണം. ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലാണ്, അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നത്തിലാണ്. അപ്പൊ താങ്കൾക്കൊരു സഹായം വേണം. അപ്പൊ ഏത് നേതാവിനെ ആയിരിക്കും ആദ്യം വിളിക്കുക? ഞാൻ നമ്മുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സോമൻ സാറിനെയാണ് വിളിക്കുന്നത്. സോമൻ സാറെ. ചേട്ടാ ആരോ വിളിക്കും? ദൈവത്തെ വിളിക്കുന്നു മാത്രം പറയരുത്. ചേട്ടാ ആദ്യം വിളിക്കുന്ന സുധാകരാന്ന് വിളിക്കും. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ചേട്ട എവിടെയായിരുന്നു ഇത്രയും നേരം? ഇങ്ങോട്ട് വാ, ഫ്രണ്ടിലേക്ക് വരൂ. കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഒരു മിമിക്രി. ഈ ചേട്ടൻ ഗംഭീര മിമിക്രി ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. വരൂ. അല്ല ചേട്ടാ വാ. മോദി ഓർ അമിത്ഷാ? കാവ്യ ഓർ കാവ്യ? എന്തുകൊണ്ട്? വൈ? എന്തുകൊണ്ട് കാവ്യ? വിളിച്ച ഉടൻ ഓടി വരും. ഏത് രാത്രിയോ പകലൊന്നും നോക്കാതെ വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും. കാവ്യ ജയിക്കും തീർച്ചയായും 100%. ചേട്ടന് എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഓക്കെ. ഇതിനു മുമ്പിലെ സ്ഥാനാർത്ഥിയായിരുന്നല്ലേ? പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇതിനു മുമ്പത്തെ സ്ഥാനാർത്ഥിയാണ്. BJPയുടെ സ്വന്തം കൗൺസിലർ സ്ഥാനാർത്ഥി. അന്നും ബിനു ഐ പി ആയിരുന്നു. 2015. എത്ര വോട്ട് കിട്ടി ചേട്ടാ? 258. നമുക്ക് പിടിക്കണം. അന്ന് ഇത്ര പ്രവർത്തനം ഇല്ലായിരുന്നു. പ്രവർത്തനം ഇല്ലാതിരുന്നിട്ട് അത്രയും വോട്ടുകൾ. ആദ്യമായിട്ടാണ് ഇവിടെ BJP സ്ഥാനാർത്ഥി ആവുന്നത്. ചേട്ടൻ ഇവിടുത്തെ ജനകീയനാണോ എന്ന് പറയാം? കുന്നുകുഴി മഹേഷിന്റെ പ്രതികാരമാണോ കാവ്യയിലൂടെ തീർക്കാൻ പോകുന്നത്? മഹേഷിന്റെ പ്രതികാരമാണ് തീർക്കുന്നത്. ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയാണ്. മഹേഷ് ഏട്ടാ, കോൺഗ്രസിന്റെ തലവേദന എന്തുവാ? നിലവിലെ തലവേദന എന്തായിരിക്കും? കേരളത്തിൽ കോൺഗ്രസിന് എന്താ തലവേദനയാണ്? തീർന്നു. തലവേദനക്കുള്ള സ്കോപ്പില്ല. തലവേദന കോൺഗ്രസ് തന്നെയാണ്, വേറെ ആരുമല്ല. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആര് നിൽക്കുന്നുള്ളതാണ് വിഷയം. മോദിജിയുടെ വലിയ ഫാനാണ് തരൂ. അതെ, തീർച്ചയായും. മോദിജിയുടെ ഈ ഇടയ്ക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇതുണ്ടായിരുന്നു, നമ്മുടെ വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലുണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പൊ അദ്ദേഹത്തിന്റെ നയങ്ങളോട് പോലും ശശി തരൂരിന് ഭയങ്കര സപ്പോർട്ടാണ്.
അത് കണ്ടിട്ട് ഇവരാകെ ഭ്രാന്തായിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ. രാഹുൽ മാങ്കൂട്ടവും നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി എന്ന് പറയാൻ പാടില്ല, നമ്മളെ രാജ്യസ്നേഹമുള്ളതുകൊണ്ട് രാജീവ് ഗാന്ധി എന്നാണ് പറയേണ്ടി വരുന്നത്. അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഇതിനൊക്കെ എത്രയോ മിടുക്കനാണ്. നമ്മളെ ആരാ പറയണ മിസ്റ്റർ ബീനോ, അങ്ങനെ ഒത്തിരി ബുദ്ധിയുള്ള ആളാണ്. എന്നെ പ്രശ്നത്തിലാക്കോ? ഇല്ല നമ്മുടെ പ്രശ്നത്തിലാക്കത്തില്ല. ഓക്കെ, പ്രശ്നത്തിലാക്കിയാലും പ്രശ്നമൊന്നുമല്ല. മിസ്റ്റർ ബീനെ കാണാറുണ്ട്. പിന്നെ നമ്മുടെ മനുഷ്യനും എപ്പോഴെങ്കിലും ഒരു സന്തോഷം വേണ്ട, അപ്പൊ കാണാം. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കാണാം. രണ്ടുപേരും ഒരുപോലെയാണ്. ഇതിനെ വല്ലാണ്ട് ഒരു കൗണ്ടർ ഉണ്ടോ? ഞാൻ ടയേർഡായി ഇവരുടെ എനർജി കണ്ടിട്ട്. എന്തോ നല്ല ഉത്തരങ്ങളാണ് തരുന്നത്. എല്ലാരും ഇങ്ങനെ ഇടിച്ചെടുത്ത് നിൽക്കുകയാണ്. എന്തായാലും റാപ്പിഡ് ഫയർ നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് നമ്മുടെ പ്രവർത്തകര്. ഇനി നമുക്ക് ഇവരെ കൊണ്ടൊരു പാട്ട് കൂടി പാടിപ്പിച്ച് ഇതങ്ങ് നിർത്താം. ചേട്ടാ പാടിക്കോ, ഏത് പാട്ടാ പാടാൻ പോവാ? ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം, പുണ്യവാഹിനി സേതനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. പരമപവിത്രമാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം, പുണ്യവാഹിനി സേതനമേകും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. അടിപൊളി കാവ്യ, ഓൾ ദി വെരി ബെസ്റ്റ്. എനിക്ക് ഇഷ്ടമായി. കുറച്ച് സമയം ഉണ്ടായിരുന്നു. അടിപൊളി വൈബ് കേട്ടോ ചേട്ടാ. താങ്ക് യു സോ മച്ച്. അപ്പം ഇനി സജീവ പ്രവർത്തനത്തേക്ക് ചേട്ടാ ഡാൻസ് മറക്കണ്ട.